ഹൃദയത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റണം. നിങ്ങൾക്കറിയാലോ, ബൈബിളിലൂടെ ചുമ്മാ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം വചനമാണ്. വചനം. അതിന്റെ കാരണം ആദ്യമേ തന്നെ ഞാൻ പറയാം. യോഹന്നാൻ 1:1 അവിടെ പറഞ്ഞിരിക്കുന്നത് വചനം ദൈവമാണ്. വചനം ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം. വചനം കേട്ടോ, കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങള്, രോഗശാന്തികള് ഒക്കെ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കാൻ സാധിക്കും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാലോ, അത്ഭുതം നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധീകരണം സംഭവിക്കുക. യോഹന്നാൻ 15:3 വായിച്ചാൽ കർത്താവിൻ്റെ വചനം വിശുദ്ധീകരിക്കും. അതുപോലെ അത്ഭുതം നടക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അനുതാപത്തിലേക്ക് വരിക. നെഹേമിയ 8:8 വചനം വായിച്ചാൽ കർത്താവിൻ്റെ വചനം അവരെ അനുതാപത്തിലേക്ക് നയിച്ചു. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൗഖ്യം, സൗഖ്യം, സൗഖ്യം. എവിടെ കിട്ടും സൗഖ്യം? നിങ്ങൾ ജ്ഞാനത്തിന് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം വായിച്ചാൽ മരുന്നോ ലേപനൌഷധമോ പ്രവർത്തിക്കാത്തിടത്തും കർത്താവിൻ്റെ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റും. കർത്താവിൻ്റെ വചനം നിങ്ങളെ സുഖപ്പെടുത്തും. സങ്കീർത്തനം 107:20 വചനം എടുത്താൽ കർത്താവ് വചനമയച്ച് തന്നോട് നിലവിളിച്ച രോഗികളുടെ മേൽ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തനങ്ങള് 16-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 44 മുതൽ വായിച്ചു കഴിഞ്ഞാൽ വചനം പ്രസംഗിച്ചവർക്കും വചനം കേട്ടുകൊണ്ടിരുന്നവർക്കും അഭിഷേകമുണ്ടായി. അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന കാര്യം, ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരം വചനം, വചനം, വചനം.
ദൈവത്തിന്റെ വചനം കേൾക്കാനും ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനും ദൈവത്തിന്റെ വചനം ജീവിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്ന് വചനം പറയുന്നു. വചനം സത്യമാണ്. വചനം ഒരിക്കലും നുണ പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ വചനം പറയുന്ന കാര്യം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35 നമുക്ക് കേൾക്കാം. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവത്തിന്റെ വചനം, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അപ്പൊ ഇന്ന് കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ എങ്ങനെ വിളിക്കണം? ഇതാ മറിയാമ്മ ദൈവം. ധ്യാനം കഴിഞ്ഞു പോകുന്നു. നമ്മൾ ലൂസിഫർ കാണിച്ച പോലെ എനിക്ക് ഇവിടെ ഒന്നും ഇരുന്നാൽ പോരാ, ദൈവത്തിന്റെ സ്ഥാനം പിടിച്ചെടുക്കണം. അതല്ലോട്ടോ ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ പോലെ ചിന്തിക്കാൻ, ദൈവത്തെ പോലെ സംസാരിക്കാൻ, ദൈവത്തെ പോലെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അതിന് ആവശ്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വചനം വരണം, വചനം വരണം. വചനം എൻ്റെ ജീവിതത്തിലേക്ക്, വചനം എൻ്റെ കുടുംബത്തിലേക്ക് വചനം വരണം. വചനം ആരുടെ പക്കലേക്ക് ചെന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു. ഞാൻ ഈ പ്രസംഗത്തിലേക്ക് ഗൗരവപൂർവ്വം കയറുന്നതിന് മുമ്പ് 2 ചെറിയ സംഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിന് നൊമ്പരമുണ്ടാക്കിയ 2 സംഭവങ്ങൾ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ എൻ്റെ മനസ്സിന് ചെറിയൊരു നൊമ്പരം ഞാൻ അനുഭവിച്ചു. ഒരു സഹോദരി ധ്യാനം കൂടാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അച്ഛാ, 6 മാസം മുമ്പ് ഞാനൊരു ധ്യാനം കൂടിയതാ, ഉദ്ദേശിച്ച പോലെ ഒരു ഫലവും ഉണ്ടായില്ല. ഒരു ധ്യാനം കൂടിയിട്ട് ഉദ്ദേശിച്ച പോലെ ഒരു ഫലവും ഉണ്ടായില്ല. വേറൊരു ധ്യാനം, ഞാൻ നടത്തിയ ധ്യാനം, അതിനകത്ത് ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം. അച്ഛാ, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ എങ്ങനെ ഇനി വീട്ടിലേക്ക് ചെല്ലും? ഞാൻ ഇങ്ങനെ കേട്ടപ്പം അവരോട് കുറച്ചുകൂടെ കൂടുതലായിട്ടും സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ധ്യാനത്തിന് വരുന്നതിന് പകരം ആശുപത്രി പോകാൻ അമ്മച്ചിയുടെ മകനൊക്കെ പറഞ്ഞു. മകനോട് പറഞ്ഞു, നീ കണ്ടോടാ, ധ്യാനം കഴിഞ്ഞ് വരുമ്പം ഒരു മരുന്നും വേണ്ടി വരികയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് അമ്മച്ചി പോകുന്നത്. 5-ാം ദിവസമായി, തിരിച്ചു പോകാറായി. ഈ പറഞ്ഞ പോലെ അമ്മച്ചി പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല. അച്ഛാ, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ഇനി അങ്ങനെ വീട്ടിലേക്ക് ചെല്ലും? എൻ്റെ പ്രിയപ്പെട്ടവരെ, 2017 അഭിഷേക നിറവ് കൺവെൻഷൻ കഴിഞ്ഞിട്ട് നിങ്ങളിൽ ആർക്കും ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഈ കൺവെൻഷന്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്കൊരു മണിക്കൂറിലേറെയായി നമ്മുടെ വിശുദ്ധ കുർബാന തുടങ്ങി അഭിവന്യ പിതാവിലൂടെ അതിമനോഹരമായ രീതിയിൽ കർത്താവിന്റെ വചനം നമ്മൾ കേട്ടു. അതിനോട് ഏതാനും കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൺവെൻഷനിൽ സംബന്ധിച്ച ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെ പറയേണ്ടി വരരുത്, ഞാനിത് കൂടിയിട്ട് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലല്ലോ, ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു സങ്കടം. അങ്ങനെ പറയാതിരിക്കേണ്ടതിന് ഒരു 3 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഈ ധ്യാന ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത്, ഈ കൺവെൻഷന്റെ ഓരോ ശുശ്രൂഷകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും സംഭവിക്കേണ്ട ഒരു കാര്യം, പോയിന്റ് നമ്പർ 1, ഒന്നാമത്തെ കാര്യം, നമ്മള് എത്തേണ്ടവനിൽ എത്തണം. റെഡിയാണോ? അതാരാ? നിങ്ങൾ കേട്ടോ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആശ്വാസം അന്വേഷിക്കുന്നവരാണോ? സൗഖ്യം അന്വേഷിക്കുന്നവരാണോ? വിടുതൽ അന്വേഷിക്കുന്നവരാണോ? അഭിഷേകം അന്വേഷിക്കുന്നവരാണോ? നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആകട്ടെ, അത് കിട്ടാൻ എവിടെ ചെല്ലണം, ആരുടെ അടുത്തെത്തണം എന്നുള്ളത് കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കേൾക്കാം, മത്തായി 11:28. അധ്വാനിക്കുന്നവരും
ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഇതാര് പറഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ആര് പറഞ്ഞ കാര്യമാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ എന്റെ പക്കൽ വരിക, നിന്റെ അധ്വാന ഭാരം നിനക്ക് ഇറക്കി വെക്കാൻ പറ്റും. എന്റെ പക്കൽ വരിക. വർഷങ്ങളായിട്ട് നീ അനുഭവിക്കുന്ന രോഗമായിരിക്കാം, അതിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കും. ഇത് കർത്താവിന്റെ വചനമാണ്, ഇത് സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ അവിടെ ഒന്ന് എത്താനായിട്ട് പരിശ്രമിക്കണേ. ഇതൊക്കെ പറഞ്ഞാലും വചനം കേൾക്കാൻ റെഡിയായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇവിടെ വചനം പ്രസംഗിക്കാൻ വരുന്നവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഈ ഒരു ഉണർവൊന്നുമില്ലാതെ കണ്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന വ്യക്തികളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുക? അല്ലല്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുകയായിരുന്നു. അവിടെ പറഞ്ഞ പോലെ അല്ല ഇവിടെ ഞാൻ പറയുന്നത്. അവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, വലിയ വികാരപ്രകടനമൊന്നും വേണ്ട. പക്ഷേ അവരോട് പ്രസംഗിച്ചതുപോലെ നിങ്ങളോട് പ്രസംഗിച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏലിയ പ്രവാചകനെ പോലെ ഓരോ വചന പ്രഘോഷകനും മരണം. പ്രഭാഷകൻ 48-ന്റെ 1-ാമത്തെ വചനം വായിച്ചാൽ, പ്രഭാഷകൻ 48-ന്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഏലിയ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചോ. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. നമ്മൾ ഇന്ന് എത്ര പ്രാവശ്യം വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചന പ്രഘോഷകനെ കേൾക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏലിയായെ പോലെ അഗ്നി പോലെ പ്രത്യക്ഷപ്പെടുന്ന വചന പ്രഘോഷകര്, അതുപോലെ വാക്കുകൾ പന്തം പോലെ, തീപ്പന്തം പോലെ ജ്വലിക്കുന്ന അവസ്ഥകള്. ഞാനിപ്പം വാ തുറക്കുമ്പോ എങ്ങാനും തീപ്പന്തം പോലെ വല്ലതും വരുന്നത് കണ്ടോ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഉറങ്ങുമോ? അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്, എന്റെ ദൈവമേ ആ പന്തം എങ്ങാനും എന്റെ സാരിയെ വന്ന് വീണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കും. ഇവിടെ നോക്കിക്കേ, ഏലിയ വന്ന വരവ് അഗ്നി പോലെ വന്നു, അവന്റെ വാക്കുകൾ തീപ്പന്തം പോലെ ജ്വലിച്ചു. ഇത് ഞങ്ങൾ വചനം പ്രഘോഷിക്കുന്നവരുടെ കാര്യം. ഇനി നിങ്ങളുടെ കാര്യം കേട്ടോ. വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെങ്ങനെ കേൾക്കണം? എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയല്ലോ. കടലിക്ക് താങ്ങ് കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ വേഗം ഊരിക്കോ താങ്ങുകളൊക്കെ. എന്നിട്ട് പൗലോസിലെയാ പറഞ്ഞിരിക്കുന്നത്, വചനത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ നല്ല ഡീസന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അഭിഷേകത്തോടു കൂടി ഇരിക്കണം, എരിവോടുകൂടി ഇരിക്കണം. എടുത്തോ. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം വായിച്ചാൽ, വചനം ശ്രവിച്ചവർ, വചനം സ്വീകരിച്ചവർ അതെങ്ങനെ ശ്രവിച്ചു, എങ്ങനെ സ്വീകരിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണം വന്നില്ലെങ്കിൽ എത്രയും വേഗം വരുത്തുക. കർത്താവിന്റെ വചനം നമ്മളെ ഉണർത്തുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങൾ ഇരുന്നാൽ വചനം പ്രഘോഷിക്കാൻ വരുന്നവര് തീയാകും. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനം 17:11 വായിച്ചു. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അവര് കുറച്ചുകൂടെ മാന്യന്മാരായിരുന്നു മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് കേട്ടോണം, മാന്യത എവിടെയായിരുന്നെന്ന്. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. മാന്യത നമ്മൾ അണിഞ്ഞിരിക്കുന്ന ആഭരണത്തിലല്ല, മാന്യത നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മറ്റുള്ളവരെക്കാൾ മാന്യതയുള്ളവരായിരുന്നു ഇവർ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതീവ താല്പര്യത്തോടെ അവര് കർത്താവിന്റെ വചനം ശ്രവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ചാൽ നിങ്ങൾ എവിടെ ധ്യാനത്തിന് പോയാലും, എവിടെ കൺവെൻഷന് പോയാലും, ഈ രീതിയിൽ കൺവെൻഷൻ കൂടിയാൽ അതിനുശേഷം നിങ്ങൾ പറയേണ്ടി വരില്ല, ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പറയേണ്ട ഒരു സങ്കട വാർത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതീവ താല്പര്യത്തോടെ അവര് കർത്താവിന്റെ വചനം ശ്രവിച്ചു. അതിന്റെ ഫലമായിട്ട്
അവരുടെയൊക്കെ ജീവിതത്തില് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇഷ്ടം പോലെ സംഭവിച്ചു. നിങ്ങൾ സമയം പോലെ അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളോടെ എഴുതി വെച്ചിട്ട് വായിക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, വളരെ പ്രതികൂലമായ സാഹചര്യത്തില് ഫിലിപ്പോസ് ചുറ്റി നടന്ന് വചനം പ്രഘോഷിച്ചു. നമ്മളെല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചു. അഭിമന്യ പിതാവിൽ നിന്ന് നമ്മൾ കേൾക്കുകയും ചെയ്തു ടോമച്ചനെ കുറിച്ച്, ഉഴുന്നാലിൽ ടോമച്ചനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലത്തെ പീഡാസഹനങ്ങളുടെ മധ്യത്തിലൂടെ ഓടി നടന്ന് പ്രസംഗിച്ചവരാണ് നമ്മുടെ അപ്പസ്തോലന്മാർ. ഫിലിപ്പോസ് ചെയ്ത കാര്യം ഇതുപോലത്തെ പ്രതികൂലങ്ങളുടെ ഇടയിലും ചുറ്റി സഞ്ചരിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു. അവിടെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ജനങ്ങൾ ഏകമനസ്സോടെ അത് കേട്ടുകൊണ്ടിരുന്നു. അടുത്തിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ചോണം. കാരണം നമ്മൾ ഉണർന്നിരുന്നാലും അടുത്തിരിക്കുന്നവര് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കൂടെ ദൈവാനുഗ്രഹത്തിന്റെ അളവ് കുറയും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അഭിഷേകം കിട്ടാൻ കാരണമായത് എന്താ? അവരെല്ലാവരും 10 പേരാണ്, 10 പേര് ഒരുപോലെ ദാഹിച്ച് കർത്താവിന്റെ വചനം സ്വീകരിച്ചു. വചനത്തിന് വേണ്ടി നിലകൊണ്ടു. അതിന്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്, അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായി. അത്ഭുതങ്ങൾ 1 അല്ല 2 അല്ല, അത്ഭുതങ്ങളുടെ ഒരു നിര അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവര് മുഖാന്തരം ദൈവജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതീവ താല്പര്യത്തോടെ വചനം ശ്രവിക്കാൻ റെഡിയായാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനപ്രഘോഷകര് ഈ ദിവസങ്ങളിൽ തീയാവും. അപ്പൊ പിന്നെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് നിങ്ങൾക്ക് വളരെ വ്യക്തതയിൽ കാണാൻ പറ്റും. നമുക്കറിയാലോ, ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ശരീരം മൊത്തം കുളിരു പോരുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. മിനിഞ്ഞാന്ന് ഒരു സിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ എനിക്ക് ഏറ്റവും ഒരു വിഷമം, ഞാൻ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ 2 കൈക്കകത്തും ഈ ചൂടെന്ന് പറഞ്ഞ് നല്ല ഈ തീയുടെ മുകളിൽ പിടിച്ചിരിക്കുന്ന പോലത്തെ ചൂട് ഞാൻ അനുഭവിച്ചിരുന്നു. എനിക്കറിയാമായിരുന്നു അത് ഒരു അഭിഷേകമാണ്. പക്ഷേ കുറച്ച് ലൗകിക കാര്യങ്ങളിലേക്കൊക്കെ പോയി അതങ്ങോട്ട് നഷ്ടപ്പെട്ടു. ആ അനുഭവം അങ്ങ് നഷ്ടപ്പെട്ടു. എന്നിട്ട് അവർ പറയാണ്, ധ്യാനത്തിന്റെ 20-ാം തീയതി അവരുടെ ധ്യാനം തുടങ്ങിയതാ. 21-ാം തീയതി മുതൽ എനിക്ക് ആ ചൂട് തിരിച്ചു വന്നു. അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേക അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു അഭിഷേകമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവർ അനുഭവിച്ച ഒരഭിഷേകം, ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകം. നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ ചിലരെ ഞാൻ കണ്ടതാണ്, ചിലരുടെ കഴുത്ത് 2 കൊന്ത വരെ കിടപ്പുണ്ട്. 2 കൊന്ത വരെ, ഒരു കുഴപ്പമില്ല. എൻ്റെ കഴുത്തേലുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട്. 2 കൊന്ത ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു കാര്യം നമ്മൾ ഓർത്തിരുന്നത് നല്ലതാണ്. ബാഹ്യമായിട്ടുള്ള ഈ കാര്യങ്ങളെക്കാളൊക്കെ നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്ന ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തോ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. നമ്മുടെ ലേബലല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റോമ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ്, വേറെ ചില ട്രാൻസ്ലേഷൻ വായിച്ചാൽ കാണാൻ സാധിക്കും, ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ചൈതന്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനുള്ളവരാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിനുള്ളവരാകുന്നില്ലെന്ന്. To belong to Jesus Christ, this is what we need, the anointing. യേശു ക്രിസ്തു അഭിഷിക്തനാണെന്ന് അഭിമന്യ പിതാവിലൂടെ നമ്മൾ കേട്ടു. ക്രിസ്തോസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഈ യേശു ക്രിസ്തു നമ്മളിൽ അഭിഷേകമായി മാറണം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവരാണ് ശരിക്കും യേശു ക്രിസ്തുവിനുള്ളവര്. ഇതെങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക?
പനിയുണ്ടോ എന്ന് നോക്കുമ്പം അങ്ങനെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, മെഷീൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 33 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മരത്തെ നമ്മൾ അറിയുന്നത് അതിന്റെ ഫലത്തിൽ നിന്നാണ്. നമ്മൾ യേശു ക്രിസ്തുവിനുള്ളവരാണെന്ന് തെളിയിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ പോലെ നോക്കുന്നതിലൂടെയും സംസാരിക്കുന്നതിലൂടെയും പെരുമാറുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയുമാണ്. ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം എത്തേണ്ടവനിൽ എത്തണം. എത്തേണ്ടവനിൽ, യേശു ക്രിസ്തുവിൽ, അവന്റെ വചനത്തിൽ, അവന്റെ ചൈതന്യത്തിൽ, അവൻ നൽകുന്ന അഭിഷേകത്തിൽ നമ്മൾ എത്തണം. എത്തിയാൽ ഈ കൺവെൻഷൻ കൂടിയിട്ടൊന്നും കിട്ടിയില്ല, ഈ കൺവെൻഷൻ കൊണ്ട് എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. രണ്ടാമത്തെ പോയിന്റാണ്, എത്തേണ്ടതിന് കർത്താവിൽ നമ്മൾ എത്തണം. മനസ്സിലായി? ഇച്ചിരി വ്യത്യാസമുണ്ട്. എത്തേണ്ടതിന് കർത്താവിൽ നമ്മൾ എത്തണം. എന്തിനെങ്കിലും എന്നും പറഞ്ഞ് എത്തിയാ പോരാ, എത്തേണ്ടതിന് എത്തണം. എന്തായിരിക്കും നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് പോവാം. ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. AD 30 മുതൽ, AD 30 അറിയാലോ, ക്രിസ്തു വർഷം 30 മുതൽ AD 2017 വരെ, സെപ്റ്റംബർ 28 വരെയുള്ള ആൾക്കാരെ എടുത്ത് പരിശോധിച്ചാൽ AD 30 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കർത്താവ് പരസ്യ ജീവിതം തുടങ്ങിയ ആ സമയം. 3 വർഷം ചെയ്തോളല്ലേ, 3 വർഷേ പരസ്യ ജീവിതം നടത്തിയുള്ള 33-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ചു. അന്ന് മുതൽ 2017 ഈ സെപ്റ്റംബർ 28 വരെ കർത്താവിനെ സമീപിച്ച വ്യക്തികളുണ്ട്. ധാരാളം വ്യക്തികൾ വചനം വായിച്ചവരായിരിക്കാം, പ്രാർത്ഥിച്ചവരായിരിക്കാം, ധ്യാനം കൂടിയവരായിരിക്കാം, കൺവെൻഷന് പോയവരായിരിക്കാം, ശുശ്രൂഷ ചെയ്തവരായിരിക്കാം, ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവര്. ഈ ജനത്തെ നമുക്ക് ഒരു 5 ഗണത്തിലേക്ക് തിരിക്കാൻ പറ്റും. കർത്താവിനെ സമീപിച്ച വ്യക്തികളെ 5 ഗ്രൂപ്പുകാർ. പൊളിറ്റിക്കൽ ഗ്രൂപ്പൊന്നുമല്ല കേട്ടോ, വേറെ നമുക്ക് ആത്മീയ തലത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 5 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ. ഗ്രൂപ്പ് നമ്പർ 1, ഒന്നാമത്തെ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിനെ സമീപിച്ചവർ. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി 2 അധ്യായം എഴുതി വെച്ചു, നല്ലതാണ്. ലൂക്ക 6-ഉം യോഹന്നാൻ 6-ഉം, ഈ 2 അധ്യായങ്ങൾ വായിച്ചാൽ കർത്താവിന്റെ അടുത്ത് വന്ന ജനക്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. യോഹന്നാൻ 6 നിങ്ങൾക്കറിയാലോ, ഭയങ്കര ജനക്കൂട്ടം. അത് കഴിഞ്ഞ് കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജനക്കൂട്ടം വിട്ടുപോയി. വന്ന് അവസാനം ശിഷ്യന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ് ചോദിച്ചാണ്, എന്തിനാ ഇത്രയും കട്ടിയിലൊക്കെ പറഞ്ഞേ? എന്താ ആൾക്കാരുണ്ടായിരുന്നു? എല്ലാം പോയിട്ടാണ്ട് വലിയ കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ് അവസാനമല്ലോ 2-3 ബീഡിപ്പടക്കം പൊട്ടാതെ കിടക്കുമ്പോ അല്ലേ ആണ്ട് ആകെപ്പാടെ ഇത്രയും പേരേ ഉള്ളു. ഇപ്പം കർത്താവ് ചോദിച്ചെന്താ, നിങ്ങൾക്കും പോണോ? പൊക്കോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റാനൊന്നും പോകുന്നില്ല. കാരണം ഭൗതിക നേട്ടത്തെക്കാൾ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പഠിപ്പിച്ചത്. നിന്റെ രോഗം ഇന്ന് മാറിയാൽ നാളെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഒരു രോഗം മാറിയാൽ മറ്റൊരു രോഗം നമ്മളെ തേടി വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, അതല്ല നമ്മുടെ ലക്ഷ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ലൂക്ക 6-ാം അധ്യായം വായിച്ച രോഗശാന്തി ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന രംഗം കാണാൻ പറ്റും. 17 മുതലുള്ള വചനഭാഗം വായിച്ചാൽ മതി. വേണമെങ്കിൽ ഒന്ന് വായിച്ചോ.
ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 17 മുതൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അത് കേൾക്കാനായിട്ട്. അവിടെ സംഭവിച്ച കാര്യം. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സിയോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. നമുക്ക് വേണേ പറയാം, ഈ കൺവെൻഷന് ഏറ്റുമാനൂരിൽ കോട്ടയത്ത് നിന്ന്, ചേർത്തലയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് ഒക്കെ വന്ന ജനം. അവിടെ എന്താ സംഭവിച്ചേ? അവരെല്ലാം ആഗ്രഹിച്ചൊരു കാര്യം, അവനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഇതായിരുന്നു അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി അവർ വന്നു. അവിടെ സംഭവിച്ചെന്താ? എല്ലാവർക്കും സൗഖ്യം. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതുപോലെ ഈ കൺവെൻഷന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് സംഭവിക്കണേ. എല്ലാവർക്കും സൗഖ്യം. ഒറ്റയാള് പോലും പറയേണ്ടി വന്നില്ല എനിക്കൊന്നും കിട്ടിയില്ല. എല്ലാവർക്കും സൗഖ്യം. അതുകൊണ്ടാണ് അതുപോലെ ജനാവലി അവിടെ ഒരുമിച്ച് കൂടിയത്. ഇനി കർത്താവ് ഇതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, പൗലോസ് ലീഗായിലൂടെ പറയുന്ന ഒരു കാര്യം നമ്മൾ മറക്കാതിരുന്നാൽ നല്ലതാണ്. ഇത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നാൽ, ഭൗതിക നേട്ടം മാത്രം ലക്ഷ്യമാക്കി കർത്താവിനെ സമീപിച്ചാൽ, നമുക്ക് നമ്മുടെ നെറ്റിയിൽ കർത്താവ് ഒരു ബോർഡ് അടിച്ചു വെക്കും. അതറിയണമെങ്കിൽ വായിച്ചോ, 1 കൊറിന്തോസ് 15:19. നിങ്ങൾ ആരും ഈ ബോർഡുമായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല എന്നെനിക്കറിയാം. നടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കും. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ബോർഡ് വെച്ചിരിക്കുന്ന പേരെന്താണെന്നറിയോ? ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർഭാഗ്യൻ, ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യൻ, ശുദ്ധ മണ്ടൻ. അതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾക്കുപരിയായി നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും വചനം ധ്യാനിക്കാൻ പോകുമ്പോഴും മറ്റു ചില വിഷയങ്ങൾ നമ്മൾ വെക്കാൻ മറന്നു പോകുമെങ്കിൽ ഈ ബോർഡ് ഉറപ്പായിട്ടും കർത്താവ് നമ്മുടെ നെറ്റിയിൽ പതിക്കും. അതുകൊണ്ട് ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടിയ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കണം, പ്രത്യേകിച്ച് ഈ കൺവെൻഷനിലൂടെ.